വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കോൺഗ്രസ് എടുത്തുമെടുക്കുന്ന ചില തീരുമാനങ്ങൾ എത്രത്തോളം ദൂരവ്യാപന ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് DMK സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് തമിഴക വെട്രി കഴകവുമായി കൈകോർത്തുകൊണ്ട് 2 ക്യാബിനറ്റ് മന്ത്രിമാരെ സമ്പാദിച്ചത്. P. വിശ്വനാഥൻ എന്ന കോൺഗ്രസ് നേതാവ്, മേലൂരിൽ നിന്നും ജയിച്ച നേതാവ്, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. തമിഴ്നാടിൻ്റെ ഭാവിയെ വാർത്തെടുക്കുന്ന, തമിഴ്നാടിൻ്റെ യുവജനതയെ കൃത്യമായി ഒരു ദിശാബോധത്തിലേക്ക് എത്തിക്കുന്ന ഒരു വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസം. മറ്റൊന്ന് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ സാംസ്കാരികം എത്രത്തോളം വൈവിധ്യമാർന്നതാണെന്ന് നമുക്കറിയാം. വളരെ ശക്തമായിട്ടുള്ള ടൂറിസം മേഖലയുടെ ആധിപത്യം അതും കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ലഭിച്ചിരിക്കുന്നു. രാജേഷ് കുമാറിന് TVKയുമായി കോൺഗ്രസ് കൈകോർത്തപ്പോൾ നെറ്റിച്ചുളിച്ച DMK ഇപ്പോൾ അധപതനത്തിൻ്റെ പാതയിലാണ്. തമിഴ്നാട്ടിൽ ഇനി BJPക്ക് യാതൊരു സ്കോപ്പുമില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് അണ്ണാമലൈ BJP സഖ്യം ഉപേക്ഷിക്കുന്നതും അമിത്ഷായോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അണ്ണാമലൈ ഇനി മറ്റേതെങ്കിലും രീതിയിൽ ഒരു പാർട്ടിയെ സ്വയം പ്രഖ്യാപിച്ച് BJPയുമായി സഖ്യം ചേരാമെന്ന് വിചാരിച്ചാൽ പോലും തമിഴ്നാട്ടിൽ അത് ക്ലച്ച് പിടിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. IPS നേടിയെടുത്ത് സിവിൽ സർവൻ്റായി ജോലി ചെയ്യേണ്ടതിനു പകരം ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് നടക്കാൻ ശ്രമിച്ചപ്പോൾ വാസ്തവത്തിൽ അണ്ണാമലൈക്ക് പല കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. ഉദ്ദേശിച്ച രീതിയിൽ BJP നേതൃത്വം അദ്ദേഹത്തെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു കറിവേപ്പില പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ BJPക്ക് സ്കോപ്പൊന്നുമില്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് അണ്ണാമലൈ BJPയുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ചത്. അണ്ണാമലൈ DMKക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയുമായി മുന്നോട്ട് പോയത് തന്നെയാണ്. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അണ്ണാമലൈ ശക്തമായ നിലപാടെടുത്തതാണ്. പക്ഷേ തമിഴക വെട്രി കഴകത്തിനാണ് അതെല്ലാം കൊയ്തെടുക്കാൻ അവസരം കിട്ടിയത് എന്ന് മാത്രം. കോൺഗ്രസ് നേതൃത്വം ദക്ഷിണേന്ത്യയിൽ ആന്ധ്രയിലൊഴികെ മറ്റെല്ലായിടത്തും പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിർണായക ശക്തിയായി കോൺഗ്രസ് നേതൃത്വത്തിന് മാറാൻ കഴിയുന്ന പല മേഖലകളും തമിഴ് മണ്ണിൽ ഉണ്ട് എന്നുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതുമാണ്. DK ശിവകുമാർ കർണാടക പിടിച്ചെടുത്തതുപോലെ, VD സതീശൻ കേരളം പിടിച്ചെടുത്തതുപോലെ, രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ രാഷ്ട്രീയ മണ്ണിൽ തുടർ വിജയം നേടുമെന്നത് ഏറെക്കുറെ ഉറപ്പായതുപോലെ ദക്ഷിണേന്ത്യൻ മേഖലയിൽ BJP ഇനി വരാനുള്ള ചാൻസേ ഇല്ല എന്നുള്ളതും ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.